ഫാർമ എഴുതിയിരിക്കുന്നതും ഡയറക്ട് ചെയ്തിരിക്കുന്നതും PR അരുണാണ്. സ്റ്റാറിംഗ് നിവിൻ പോളി, വീണ നന്ദകുമാർ, ശ്രുതി രാമചന്ദ്രൻ, നരേൻ. ഈ ഒരു സീരീസ് ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാർ സ്ട്രീമിംഗ് ആണ്. 8 എപ്പിസോഡാണ് ഈ ഒരു സീരീസിൽ. ഞാൻ 4 മണി കണ്ടു തുടങ്ങി, 7 മണിയപ്പോൾ തീർന്നു. അപ്പോൾ ഏകദേശം 3 മണിക്കൂർ. അപ്പോൾ 3 മണിക്കൂർ നിങ്ങൾക്ക് മാറ്റി വെക്കാനുണ്ടെങ്കിൽ ബിഞ്ച് വാച്ച് ചെയ്ത് കാണാൻ പറ്റിയ ഒരു സീരീസ് ആണ് ഫാർമ. പക്ഷെ 3 മണിക്കൂർ മാറ്റി വെച്ച് കാണാനുള്ള സീരീസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടാലും കണ്ടില്ലെങ്കിലും അങ്ങനെ വലിയ മിസ്സാവുന്ന ഒരു സീരീസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. എനിക്ക് അങ്ങനെയാണ് പേഴ്സണലി അനുഭവപ്പെട്ടത്. പക്ഷെ കാണാൻ കുറച്ച് കാരണമുണ്ട്. അതിന്റെ റീസൺസ് ആണ് ആദ്യം പറഞ്ഞിരുന്നത്. ആദ്യത്തെ റീസൺ ആണ് നിവിൻ പോളി. ആ ഒരു ക്യാരക്ടർ വളരെ ഭദ്രമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, ഭയങ്കര നീറ്റായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിവിൻ പോളി ഒരു മെയിൻ സേവിങ് ഗ്രേസ് ഓഫ് ദ സീരീസ് എന്ന് തന്നെ പറയാൻ പറ്റും. പിന്നെ ശ്രുതി രാമചന്ദ്രനും ഭയങ്കര ഗ്രേസ്ഫുൾ ആയിട്ട്, വളരെ സിൻസിയർ ആയിട്ട്, വളരെ ഓണസ്റ്റ് ആയിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ റീസൺ ആണ് ഈ ഒരു സീരീസ് സംസാരിക്കുന്ന ആ ഒരു വളരെ ഹാർഡ് ഹിറ്റിംഗ് ആയ ടോപ്പിക്. ഭയങ്കര നല്ല ടോപ്പിക് ഈ സീരീസ് സംസാരിക്കുന്നുണ്ട്. അത് ഇറ്റ്സ് മെഡിക്കൽ ഫീൽഡിന്റെ കറപ്ഷൻ. അത് വളരെ കൊള്ളുന്ന രീതി തന്നെ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ ഈ സീരീസ് കണ്ടു കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഡോക്ടർ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്, അപ്പം നമ്മൾ ചിന്തിക്കും ഈ ഒരു മെഡിസിൻ വാങ്ങിക്കണോ, ഈ ഒരു ബ്രാൻഡ് നല്ലതാണോ. ജസ്റ്റ് സ്റ്റഡി നടത്തിയിട്ട് നമ്മൾ തന്നെ ആ ഒരു മെഡിസിൻ വാങ്ങിക്കുള്ളൂ. അത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. ബിക്കോസ് ആ ഒരു സ്ട്രോങ് കണ്ടന്റ്, ആ ഒരു സ്ട്രോങ് മെസ്സേജ് അവർ വളരെ കൺവിൻസിംഗ് ആയിട്ട് തന്നെ അവർ ഡെലിവർ ചെയ്തിട്ടുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സീരീസിൽ സംസാരിക്കേണ്ട ടോപ്പിക് അത് വളരെ നന്നായിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. ആൻഡ് അതേപോലെ തന്നെ സെയിൽസ് ജോബിന്റെ ആ ഒരു പ്രഷർ, അവർക്ക് കിട്ടുന്ന ട്രീറ്റ്മെന്റ്, ഒരു സെയിൽസ്മാന്റെ ലൈഫ്, അത് ഭയങ്കര കണക്ട് ആവുന്ന രീതിയിൽ, വളരെ റിലേറ്റബിൾ ആയ രീതിയിൽ തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. സോ ഈ ഒരു സ്ട്രോങ് കണ്ടന്റ്, അതേപോലെ നിവിന്റെയും ശ്രുതിയുടെ പെർഫോമൻസ്, പിന്നെ ഈ ഒരു സീരീസിന്റെ അവസാനത്തെ 10 മിനിറ്റും അത്യാവശ്യം ബെറ്റർ ആയിട്ട് തോന്നി. ഒരു ഊർജ്ജം തോന്നുന്നു അവസാനത്തെ 10 മിനിറ്റ് പോലും. ഇതൊക്കെയാണ് ഈ ഒരു സീരീസിന്റെ മെയിൻ സ്ട്രോങ് ആസ്പെക്ട്സ്. ഇനി നെഗറ്റീവ്സിലൂടെ കടക്കുവാണെങ്കിൽ, ആദ്യത്തെ എപ്പിസോഡ് ഞാൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച ഈ സീരീസ് ഒരു വലിയൊരു ബോംബായിരിക്കുന്ന, അങ്ങനെയാണ് ഈ ഒരു ഫസ്റ്റ് എപ്പിസോഡ് എടുത്തു വെച്ചിരിക്കുന്നത്. ഭയങ്കര പുവർ എക്സിക്യൂഷനായിട്ട് ഫീൽ ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് സെക്കൻഡ് എപ്പിസോഡും തേർഡ് എപ്പിസോഡും ഫോർത്ത് എപ്പിസോഡും ഭയങ്കര മെച്ചപ്പെട്ട് നമുക്ക് റിലേറ്റ് ആവുന്ന രീതിയിലും കണക്ട് ആവുന്ന രീതിയിൽ തന്നെ എടുത്തു വെച്ചിരിക്കുന്നത്. അത് വളരെ നല്ല കാര്യമാണ്, അത് നന്നായിരുന്നു. പക്ഷെ പിന്നീട് ഫോർത്ത് എപ്പിസോഡിന് ശേഷം വീണ്ടും പേസിങ് ഡൗൺ ആവുന്നുണ്ട്. ബിക്കോസ് ഫോർത്ത് എപ്പിസോഡിന് ശേഷമാണ് ഒരു മെയിൻ കോൺഫ്ലിക്റ്റ് കാണിക്കുന്നുണ്ട്. ഈവൽ കോർപ്പറേഷൻ വേഴ്സസ് കോമൺ പീപ്പിൾ. ആ ഒരു കോൺഫ്ലിക്റ്റ് നമുക്ക് ആ ഒരു സെക്കൻഡ് ഹാഫ് ഓഫ് ദ സീരീസ് നമുക്ക് ഒരു രീതിയിലുള്ള ഒരു ഫീലിംഗ് നമുക്ക് തോന്നില്ല. ഒരു രീതിയിലുള്ള ഇമോഷണൽ ഡെപ്തോ, ഒരു രീതിയിലുള്ള കണക്ഷനോ, ഫീലിംഗോ, ത്രില്ലോ, ഇമോഷനോ നമുക്ക് തോന്നില്ല സെക്കൻഡ് ഹാഫ് ഓഫ് ദ സീരീസിൽ. ഞാൻ ആദ്യം വിചാരിച്ചത് അങ്ങനെ തോന്നാതെ ഇതിന്റെ റിയലിസ്റ്റിക് മേക്കിംഗ് കാരണമാണെന്ന്. പക്ഷെ അതുകൊണ്ടല്ല. ഈ ഒരു സീരീസിന്റെ ഓവറോൾ ട്രീറ്റ്മെന്റ് ഭയങ്കര പുവറായിരുന്നു. പുവർ റൈറ്റിംഗ് ആൻഡ് പുവർ ഡയറക്ഷൻ ബൈ PR അരുൺ. ശരിയാണ്, ഡെബ്യൂ വർക്കാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര മോശമായിട്ട് പറയുകയല്ല. ബെറ്റർ ആക്കാവുന്നേ ഉള്ളൂ. അടുത്ത സിനിമയോ അടുത്ത സീരീസ് വല്ല ഡയറക്റ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഭേദമാക്കാവുന്നതേ ഉള്ളൂ ഇതെല്ലാം. എനിക്ക് തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ, PR അരുൺ എന്ന ഡയറക്ടർ റൈറ്ററിന് ആദ്യത്തെ ഇനീഷ്യൽ പോർഷൻസ്, ആ ഒരു സെയിൽസും അതേപോലെ മെഡിക്കൽ കറപ്ഷനെ പറ്റിയൊക്കെ ഒരു ഐഡിയ ഉണ്ടായി, കംപ്ലീറ്റ് ധാരണ ഉണ്ടായി. ബിക്കോസ് ആ ഒരു പോർഷൻസ് എല്ലാം ഭയങ്കര ഡീറ്റെയിൽ സ്റ്റഡിയൊക്കെ നടത്തി വളരെ കൺവിൻസിംഗ് ആയി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിനുശേഷമുള്ള ഭാഗങ്ങൾ, സെക്കൻഡ് ഹാഫ് സീരീസിലാണ് മെയിൻ കോൺഫ്ലിക്റ്റും ആ ഒരു വേറെ രീതിയിലോട്ട് കംപ്ലീറ്റ്ലി സീരീസ് മാറുന്നത്. ആ ഒരു ഭാഗത്തൊന്നും നമുക്ക് ഒരു രീതിയിലുള്ള ഒരു സംഭവം തോന്നുന്നില്ല. എനിക്ക് തോന്നിയത് റൈറ്റർ ഡയറക്ടർ ആ ഒരു ഭാഗം ഒരു ഐഡിയ ഇല്ലാണ്ട് എഴുതി കൂട്ടി വെച്ച പോലെയാണ്. ആൻഡ് അതിന്റെ ഒപ്പം തന്നെ ശരിക്കും അതൊരു നെഗറ്റീവാണ്. അതിന്റെ ഒപ്പം തന്നെ ഇതിന് ടെക്നിക്കൽ വർക്ക് ഉണ്ട്. സിനിമാറ്റോഗ്രഫി, എഡിറ്റിംഗ്, കളർ ഗ്രേഡിങ്, ഇതെല്ലാം ഭയങ്കര പൂറായിരുന്നു. നമുക്ക് ഈ ഒരു സീരീസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊരു ഡെബ്യൂ വർക്കാണ്. അങ്ങനെയാണ് ഈ സീരീസിൽ കംപ്ലീറ്റ്ലി എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്കൊരു പുവർ ക്വാളിറ്റി, പുവർ മേക്കിംഗ് എല്ലായിടത്തും നമുക്ക് ഫീൽ ചെയ്യും. ക്യാമറ വർക്കിലാണെങ്കിലും എഡിറ്റിങ്ങിലാണെങ്കിലും കളർ ഗ്രേഡിങ്ങിലാണെങ്കിലും എല്ലായിടത്തും നമുക്കൊരു പുവർ വർക്ക് നമുക്ക് ഫീൽ ചെയ്യും. ഒരു ഡെബ്യൂ വർക്ക് നമുക്ക് ഫീൽ ചെയ്യും. അവിടെ കുറച്ചും കൂടെ ബെറ്റർ ടീമിനെ ഈ ഡയറക്ടറിനെ ഒപ്പിക്കാൻ പറ്റിയായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഭേദമായെന്ന് ഈ സീരീസിന് എനിക്ക് തോന്നി. അതേപോലെ തന്നെ രജിത് കപൂർ ആ ഒരു അത്യാവശ്യം നല്ലൊരു ആക്ടർ തന്നെയാണ്. പക്ഷെ അത് അന്യഭാഷകളിൽ. പക്ഷെ ഈ ഒരു സിനിമയിലോട്ട്, ഈ ഒരു സീരീസിന്റെ ഒരു പ്രൈം ക്യാരക്ടർ, ഒരു മെയിൻ ക്യാരക്ടർ തന്നെയാണ് ആ രജിത് കപൂർ ചെയ്യുന്ന ക്യാരക്ടർ. പക്ഷേ ആ ഒരു ആക്ടറിന് ഭയങ്കര പുവർ പെർഫോമൻസ്, ഭയങ്കര ആർട്ടിഫിഷ്യൽ പെർഫോമൻസ് കാരണം നമുക്ക് ഒരു രീതിയിലുള്ള ഒരു കണക്ഷനോ, നമുക്ക് ഒരു രീതിയിലുള്ള ഫീലിങ്സ് നമുക്ക് തോന്നുന്നില്ല. അതും ഒരു മെയിൻ നെഗറ്റീവാണ്. ഈ ഒരു സീരീസിൽ വീണ നന്ദകുമാറിന്റെ ക്യാരക്ടർ നിവിൻ പോളി ഇടക്കിടക്ക് പറയുന്നുണ്ട്, നീ ഒരു തിരിച്ചുവരൽ മോനാണ്, കിങ് ഓഫ് കംബാക്സ്. ഇതൊരു നിവിൻ പോളിയുടെ കംബാക്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംബാക്ക് ആയിട്ട് തോന്നിയില്ല. ബിക്കോസ് നിവിൻ പോളിയുടെ ജസ്റ്റ് 25% ഒക്കെ ഈ ഒരു സീരീസ് യൂസ് ചെയ്തിട്ടുള്ളൂ. നിവിൻ പോളി ഇതിനും വലിയ കേപ്പബിലിറ്റിയും വലിയ റേഞ്ച് ഉള്ള ആക്ടറാണ്. ഈ ഒരു സീരീസ് എന്തായാലും ഞാൻ കംബാക്ക് ആയിട്ട് കണക്ക് കൂട്ടില്ല. ബിക്കോസ് ഇതിനകത്ത് നിവിൻ പോളി അത്രയും ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. സോ ഓവറോൾ ഈ സീരീസിനെ പറ്റി പറയുകയാണെങ്കിൽ
ഞാൻ ഈ സീരീസ് കണ്ടു കഴിഞ്ഞ് അപ്പം തന്നെ എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയൊരു സീരീസ് ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ആകെ ഈ ഒരു സീരീസ് സംസാരിക്കുന്ന ആ ഒരു കണ്ടന്റ് മാത്രമേ മനസ്സിൽ വന്നുള്ളൂ, അല്ലാണ്ട് ഈ സീരീസിന് ഒന്നും തന്നെ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അതൊക്കെ അത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലുള്ള അഭിപ്രായങ്ങളാണ്. സോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ്സിൽ ഇടുക. സോ കാണുക. ജിയോ ഹോട്ട്സ്റ്റാർ സീരീസ് സ്ട്രീമിംഗ് ആണ്. ആകെ 8 എപ്പിസോഡുള്ളൂ. കണ്ട അഭിപ്രായം പറയുക.